ഈ രാഷ്ട്രീയവും സാംസ്കാരികവും എന്ന പോലെ തന്നെ ഭൗമശാസ്ത്രപരമായി വളരെയധികം സവിശേഷതകളുള്ള ഒരു പ്രദേശമാണ് ഈ അസർബൈജാൻ. നേരത്തെ പറഞ്ഞ പോലെ കോക്കസസ് മലനിരകളുടെ ഉള്ളിലാണെങ്കിലും അസർബൈജാൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അഗ്നിയുടെ നാട് എന്നാണ്. അപ്പോൾ വാസ്തവത്തിൽ അഗ്നി, തീ ഈ അസർബൈജാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപകങ്ങളിൽ തന്നെ മെറ്റഫേഴ്സിൽ തന്നെ ഒന്നാണ്. ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് അസർബൈജാൻ്റെ ഫയർ ടെമ്പിൾ എന്ന് വിളിക്കുന്നത്, ഫയർ മൗണ്ടൻസ് എന്ന് വിളിക്കുന്നത്. ഈ മലകളുടെ പ്രത്യേകത, ഈ മലകൾ നേരത്തെ പറഞ്ഞ പോലെ അസർബൈജാൻ പ്രകൃതിവാതക സമ്പന്നമായിട്ടുള്ള ഒരു പ്രദേശമാണ്. പ്രകൃതിവാതക സമ്പന്നമായിട്ടുള്ള ഭൂമി, മലനിരകൾ, ഈ മലനിരകളിൽ നിന്ന് പ്രകൃതിവാതകത്തിൻ്റെ ലീക്കേജസ്, അതിൻ്റെ ചോർച്ചയുണ്ടാകുന്നത് വാസ്തവത്തിൽ തീ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് മലനിരകളുടെ വശങ്ങളിൽ തന്നെ നിരന്തരമായി നിത്യമായി അതിൻ്റെ സുഷിരങ്ങളിൽ നിന്നും തീ വമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരു വലിയ കാഴ്ചയാണ്. ഇതൊരു അപകടകരമായ കാര്യമല്ല, പക്ഷേ തീർച്ചയായിട്ടും ഒരു വലിയ കാഴ്ചാ പ്രാധാന്യമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ അസർബൈജാനിൽ ബാക്കുവിൽ നിന്ന് അധികം ദൂരെ അല്ലാതെ കാണാവുന്ന യാനാർ ദാഗ് എന്ന് വിളിക്കുന്ന പ്രദേശം നാച്ചുറലായിട്ട് തന്നെ ആണ്. ഈ നാച്ചുറൽ ഗ്യാസിൻ്റെ, അതായത് പ്രകൃതിവാതകത്തിൻ്റെ ലീക്കേജസ് ആണ്, അതിൻ്റെ ചോർച്ചയാണ് വാസ്തവത്തിൽ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള തീ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതൊരു കാഴ്ച വിനോദസഞ്ചാരികളെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കാഴ്ചയാണ്. അസർബൈജാൻ വിനോദസഞ്ചാരികൾക്ക് ഇന്ന് ഏറ്റവും പ്രിയങ്കരമായ ഇടങ്ങളിലൊന്നാണ്. അതിൽ തന്നെ ഇന്ത്യയിൽ നിന്നുള്ളവർ അസർബൈജാൻ്റെ വിനോദസഞ്ചാര വ്യവസായത്തിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട സംഭാവന ഇന്ത്യൻ വിനോദസഞ്ചാരികളിൽ നിന്നാണ്. ഏതാണ്ട് 2-2.5 ലക്ഷം ഇന്ത്യക്കാരാണ് കഴിഞ്ഞ വർഷം അവിടെ സന്ദർശിച്ചത്. തീർച്ചയായിട്ടും ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ യുദ്ധത്തിന് ശേഷം വിനോദസഞ്ചാരത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. ഇന്ത്യക്കാരും ചൈനക്കാരും, നമ്മൾ പോകുന്നിടത്തൊക്കെ ചൈനക്കാരെയും ധാരാളം കാണാമായിരുന്നു. ഇന്ത്യക്കാരുമുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്നും ധാരാളം പേരുണ്ട്. പക്ഷേ അവരുടെ ഹോട്ടലുകളുടെയും മറ്റും കണക്കുകൾ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സർക്കാരിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഹോട്ടലുകളിൽ ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഒരുപാട് ബുക്കിംഗ് അവർ ക്യാൻസൽ ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് വിനോദസഞ്ചാരത്തിൻ്റെ കാര്യത്തിൽ, സഞ്ചാരികളുടെ കാര്യത്തിൽ അവരല്പം ആകാംക്ഷയുള്ളവരാണ്. ഇത്തവണ ഇന്ത്യയുമായിട്ടുള്ള ശത്രുതയുടെ ഭാഗമായി അവരുടെ വിനോദസഞ്ചാര വ്യവസായത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമോ എന്നൊക്കെ കരുതുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഒരു വലിയ പങ്ക് വരെ സംഭവിക്കാൻ ഇടയുമുണ്ടെന്നുള്ളതിനെപ്പറ്റി ഒരു സംശയവുമില്ല. പക്ഷേ ഈ വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഈ പറഞ്ഞ പോലെ ഒന്ന് ഈ ഫയർ മൗണ്ടൻസ് ആണ്. അതായത് അഗ്നി പർവ്വതം എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥമാണ്. പക്ഷേ ഈ തീ വമിക്കുന്ന മലനിരകൾ എന്ന് പറയുന്ന ഒരു കാഴ്ചയ്ക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഫയർ ടെമ്പിൾ, ഒരു അഗ്നിയുടെ ക്ഷേത്രം. ഈ അഗ്നി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ഇത് ഇവരുടെ ചരിത്രത്തിൽ നേരത്തെ പറഞ്ഞ പോലെ സ്പൈസ് റൂട്ടാണ്. അതായത് സുഗന്ധദ്രവ്യങ്ങൾ തേടി യൂറോപ്പിൽ നിന്നും വന്ന സഞ്ചാരികൾ, വ്യാപാരികൾ വലുതും കാൽനടയായി അല്ലെങ്കിൽ കാരവാനുകളിലും കഴുതപ്പുറത്തും കുതിരപ്പുറത്തുമായിട്ടൊക്കെ ഈ പർവ്വതനിരകളിലൂടെ, മലമ്പാതകളിലൂടെ സഞ്ചരിച്ചാണ്. അതാണ് വളരെ പ്രശസ്തമായിട്ടുള്ള സിൽക്ക് റൂട്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. സ്പൈസ് റൂട്ടല്ല, സിൽക്ക് റൂട്ട്. അതായത് പട്ട് വ്യാപാരികളുടെ പാത എന്നാണ് വിളിക്കുന്നത്. പക്ഷേ പട്ട് മാത്രമല്ല, സുഗന്ധദ്രവ്യങ്ങളും മറ്റൊരുപാട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ, ചരിത്രാതീത കാലം മുതൽ തന്നെ ഉണ്ടായിരുന്നതിൽ നിന്നുള്ളൊരു യാത്രക്കാരാണ്. ആ യാത്രകളുടെ ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ ഫയർ ടെമ്പിൾ. അത് തീർച്ചയായിട്ടും അഗ്നിയെ ആരാധിക്കുന്ന ഹൈന്ദവ മതത്തിൻ്റെയും അഗ്നിയെ ആരാധിക്കുന്ന മറ്റൊരു മതമായ സ്വരാഷ്ട്രീയൻ മതത്തിൻ്റെയും, പാഴ്സികൾ നമ്മൾ വിളിക്കുന്ന ഇന്ത്യയിൽ, ഇത് രണ്ട് മതങ്ങളുടെയും സ്വാധീനം ഈ ഫയർ ടെമ്പിളിലുണ്ട്. കാരണം ഇതുവഴി വരുന്ന യാത്രികർ വാസ്തവത്തിൽ ഇന്ത്യൻ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പോഴേക്കും ഹൈന്ദവ മതത്തിൻ്റെയും മറ്റു സ്വാധീനം ഉൾക്കൊണ്ടവരാവാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോയവർ ഹിന്ദു വിഭാഗക്കാരുടെ ഒരു പ്രധാനപ്പെട്ട വഴിയമ്പലമായിരുന്നിരിക്കാം, അവരുടെ ക്ഷേത്രമാവാം, ആരാധനാലയമാവാം. ഇപ്പോഴും ഈ നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇത് വളരെ ഭംഗിയായി അവർ സൂക്ഷിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ വിനോദസഞ്ചാര കേന്ദ്രമായി. നമ്മളവിടെ പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നടരാജൻ്റെയും ഗണപതിയുടെയും ഒക്കെ ചിത്രങ്ങളും മറ്റും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ അസർബൈജാൻ്റെ ആ മേഖലയിലും എങ്ങനെ ഹിന്ദുമതവും സ്വരാഷ്ട്രീയൻ മതവും ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയിരുന്നുള്ളത് തീർച്ചയായിട്ടും പേർഷ്യയിൽ നിന്നാണ്. സാരതുഷ്ട്ര എന്ന് വിളിക്കുന്ന സ്വരാഷ്ട്രർ വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ മതത്തിൻ്റെ അദ്ദേഹം സ്ഥാപിച്ച മതമാണ്. അതിൻ്റെയൊക്കെ പശ്ചാത്തലം ഈ പ്രദേശമാണ്. അതുകൊണ്ട് ഈ രണ്ട് മതത്തിൻ്റെയും സ്വാധീനം തന്നെ അവർ തീർച്ചയായിട്ടും ഒരു ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള
സ്വയം സെക്യുലർ ആണെങ്കിലും ഇസ്ലാമിക സ്വഭാവമൊക്കെ സൂക്ഷിക്കുന്ന ഈ രാജ്യവും തീർച്ചയായിട്ടും ഈ ഹിന്ദു പാഴ്സി മതങ്ങളുടെ പാരമ്പര്യവും വളരെ അഭിമാനത്തോടെ തന്നെ സംരക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകം കാണാവുന്നതാണ്. മെലിഞ്ഞ ശരീരം കാരണം വിഷമിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇപ്പൊ നമുക്ക് ചുറ്റുമുണ്ട്. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. താങ്ക്സ് ടു മരുത്വ പഞ്ചജീരക ഗുണം. എന്റെ ഇപ്പോഴത്തെ ചേഞ്ചിന് കാരണം മരുത്തയാണ്. മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. എന്നാൽ നമുക്ക് വിശ്വസിച്ച് യാതൊരുവിധ സൈഡ് എഫക്റ്റും കൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മരുത്തയുടെ പ്രോഡക്ട്സ്. ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ എന്റെ ശരീര ഭംഗി വർദ്ധിച്ചു, നല്ലൊരു ഉന്മേഷം കിട്ടി, സ്കിന്നിനൊക്കെ നല്ലൊരു ഗ്ലോ ഉണ്ടായി. എന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ള മിക്ക ആൾക്കാരും ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും ധൈര്യമായിട്ട് ഇത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. ഈ ക്ഷേത്രങ്ങൾ അപ്പുറത്ത് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാരികളുടെയും യാത്രികരുടെയും ഗവേഷകരുടെയും ഒരു കേന്ദ്രമാണ് ഗോബുസ്ഥാൻ എന്ന് വിളിക്കുന്ന ഒരു പരുക്കൻ പ്രദേശമാണത്. അത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലോക ഹെറിറ്റേജ് സൈറ്റാണ് പ്രഖ്യാപിച്ചതാണ് യുനെസ്കോ. കാരണം അവിടുത്തെ റോക്ക് ആർട്ടാണ്, അവിടുത്തെ ഈ ചിത്രങ്ങൾ, പുരാലിഖിതങ്ങളും ശിലാചിത്രങ്ങളുമാണ് അവിടുത്തെ. 6000-ഓളം ശിലാചിത്രങ്ങളുണ്ട്. ഈ അസർബൈജാൻ്റെ ഈ മേഖലയുടെയും പ്രത്യേകത ലോക സിവിലൈസേഷൻ്റെ, ലോക നാഗരികതയുടെ തന്നെ കളിത്തൊട്ടിലുകളായ സ്ഥലമാണ്. ആഫ്രിക്കയിൽ നിന്നാണ് ലോകം മുഴുവൻ എല്ലാ മനുഷ്യരും ആദ്യത്തെ മനുഷ്യ വിഭാഗങ്ങൾ ഹോമോസാപ്പിയൻസ് എന്ന് വിളിക്കുന്ന മനുഷ്യ വർഗം പല ലോകമാകെ വ്യാപിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ നിന്ന് ആഫ്രിക്കയിൽ നിന്ന് ഒരു പക്ഷേ ആദ്യം യൂറോപ്പിലേക്കും ഏഷ്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് അവർ വന്നിരുന്ന പ്രദേശങ്ങളാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. ഈ പ്രദേശങ്ങളൊക്കെയാണ് 40,000-ഓളം വർഷം മുമ്പ് വരച്ച ചിത്രങ്ങളാണെന്ന്. അവിടെ വളരെ ഗംഭീരമായി അതെല്ലാം വലിയ ഗംഭീരമായ മ്യൂസിയങ്ങളിൽ അവരത് സൂക്ഷിച്ചിരിക്കുന്നു. എല്ലാ യാത്രികർക്കും ഏറ്റവും അധികം ഒരുപക്ഷെ കുറച്ച് ചെറിയ തോതിൽ ട്രക്കിങ്ങും വളരെ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. കുറേയധികം അല്പം ക്ലേശതരമാണെങ്കിലും വളരെ സാഹസികമായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് അതിലൂടെയുള്ള യാത്ര. ഈ പാറകളിലൊക്കെ പറഞ്ഞ പോലെ വളരെ പുരാതനമായിട്ടുള്ള റോക്ക് ആർട്ട് ഇല്ലെങ്കിൽ ഈ ശിലാചിത്രങ്ങൾ നമുക്ക് കാണാം. ഇതെല്ലാം വളരെ കരുതലോടെ തന്നെ സംരക്ഷിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ 2002-ലോ 2003-ലോ മറ്റോ യുനെസ്കോ പ്രഖ്യാപിച്ചതിന് ശേഷം ഇത് ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരിടമാണ് ഈ ഗോബുസ്ഥാൻ എന്ന് പറയുന്നത്. അവിടെ ഒരു മ്യൂസിയം അവർക്കുണ്ട്. ആ മ്യൂസിയം ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള സാങ്കേതിക സൗകര്യങ്ങളോടെയും മറ്റും ഒരുക്കിയിരിക്കുന്ന ഒരു അതിഗംഭീരമായ മ്യൂസിയമാണ്. അത് ശരിക്കും മനുഷ്യ വംശത്തിൻ്റെ ചരിത്രം മുഴുവൻ തന്നെ പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്ന ഒരു ഗംഭീരമായ മ്യൂസിയമാണ് ഈ ഗോബുസ്ഥാനിലുള്ള മ്യൂസിയം. അത് കഴിഞ്ഞ് മറ്റൊരു പ്രധാന വളരെ രസകരമായിട്ടുള്ള മറ്റൊരു കാഴ്ച മഡ് വോൾക്കാനോസ് എന്ന് വിളിക്കുന്ന ഒരു എന്താ പറയുക ഒരു ജിയോളജിക്കൽ പ്രതിഭാസമാണ്. അതൊരു ഭൗമശാസ്ത്രപരമായൊരു പ്രതിഭാസമാണിത്. മൺ ജ്വാലാമുഖി എന്നൊക്കെയാണ് അത് തർജ്ജമ ചെയ്യപ്പെടുന്നത്. ഇവിടുന്ന് വരുന്നത് ഇതൊരു വമിക്കുന്ന അഗ്നിപർവ്വതമല്ല. ഇവിടെ മണ്ണും എന്താ പറയുന്നത് ഉള്ളിൽ നിന്ന് അതിൻ്റെ വളരെ മിനറൽ റിച്ച് ആയിട്ടുള്ള വളരെ ധാതു സമ്പന്നമായിട്ടുള്ള മണ്ണാണ്. അത് കുഴഞ്ഞ മണ്ണ് ഇങ്ങനെ തീ പോലെ തെറിച്ച് പുറത്തേക്ക് വരികയാണ്. അത് ഭൂമിയുടെ അടിയിലുള്ള ഈ ഇറപ്ഷൻ്റെ ഈ ഗ്യാസിൻ്റെയും ഫ്ലൂയിഡിൻ്റെയും ഒക്കെ കലർന്ന് ആ മണ്ണാണ് പുറത്തേക്ക് ചെളി പോലെ തെറിച്ച് വരുന്നത്. ഇതൊരു വലിയ കാഴ്ചയാണ്. ഇന്ത്യയിൽ ആൻഡമാൻ നിക്കോബാറിലാണ് മാത്രമാണ് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഒരു കാഴ്ചയുള്ളത്. ഇവിടെയുള്ള ഇന്ന് ലോകത്തുള്ള 100 കണക്കിന് അല്ലെങ്കിൽ 1000-ഓളം വരുന്ന മഡ് വോൾക്കാനോയിൽ മഹാഭൂരിപക്ഷവും ഈ അസർബൈജാൻ്റെ ഈ മേഖലയിലാണ്. ഈ മഡ് വോൾക്കാനോസിൻ്റെ ഈ മേഖലയിലാണുള്ളത്. ഇത് മറ്റൊരു ഭൗമശാസ്ത്രപരമായ ഒരു പ്രതിഭാസമാണ്. ഇതും വിനോദസഞ്ചാരികൾക്കും ഗവേഷകർക്കും ഒക്കെ വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്ന സ്ഥലമാണ്. എല്ലാവരും പോയി കാണുന്ന, ഇവിടെ നിന്ന് ഈ മണ്ണ് കോരിയെടുത്ത് ഈ മണ്ണ് വളരെ ധാതുസമ്പന്നമായതുകൊണ്ട് തന്നെ അത് ത്വക്ക് രോഗങ്ങൾക്ക് നല്ലതാണ്, സൗന്ദര്യവർദ്ധകമാണ് എന്നൊക്കെയുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ഒരുപാട് പേർ അതെല്ലാം വാരിക്കൊണ്ട് പോകുന്നത് കാണാം. അപ്പോൾ അത് മറ്റൊരു പ്രദേശമാണ്. ഇങ്ങനെ ഈ ഭൂമിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയുടെ വിവിധ മുഖങ്ങളാണ് ഈ അസർബൈജാൻ്റെ ഏറ്റവും രസകരമായ ഒരു കാഴ്ച. ഒരു വശത്ത് കാസ്പിയൻ കടലിൻ്റെ വളരെ ശാന്തമായിട്ടുള്ള കടലിൻ്റെ വലിയ അപാരമായിട്ടുള്ള സൗന്ദര്യം, അതിൻ്റെ തീരത്തുള്ള ഇത്, തൊട്ടപ്പുറത്ത് ഈ മലനിരകൾ. നമ്മൾ ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് നമ്മൾ പറയുന്ന വളരെ ചെറിയ ദൂരം കൊണ്ട് കടൽ തീരത്ത് നിന്ന് നമുക്ക് മലകളുടെ മുകളിലേക്ക് പോകാം. അവിടെ നിന്ന് നമുക്ക് പുൽമേടുകളിലേക്ക് യാത്ര ചെയ്യാം. ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു പ്രദേശമാണ് കേരളമെങ്കിൽ ഇതുപോലെ തന്നെയുള്ള അതിൻ്റെ കുറച്ചും കൂടെ വലിയ
ഒരു 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 എന്താ പറയുന്ന ഒരു മാക്രോ റീജിയനാണ് അസർബൈജാൻ. ഒരു വശത്തെ പറഞ്ഞ പോലെ കാസ്പിയൻ കടലിൻ്റെ സൗന്ദര്യം, അതിൻ്റെ അപാരമായിട്ടുള്ള ഒരു ഗാംഭീര്യം. അത് കഴിഞ്ഞാൽ ഉടനെ ഈ മലനിരകൾ, വലിയ വലിയ മലകളും വനങ്ങളും അതുപോലെ തന്നെയുള്ള ഈ മഡ് വോൾക്കാനസും ഒക്കെയുള്ള ഗംഭീരമായ സ്ഥലം. നഗരമാകട്ടെ, അസർബൈജാൻ ഈ പുതിയ നഗരം വാസ്തവത്തിൽ ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ളൊരു യൂറോപ്യൻ നഗരത്തിൻ്റെ സ്വഭാവം ഉള്ളപ്പോൾ തന്നെ അതൊരു പഴയ ബാക്കു, പുരാതന ബാക്കു എന്ന് പറയുന്നത് ആ നഗരം അതേപടി അവർ നിലനിർത്തിയിരിക്കുകയാണ്. അതായത് അത് പിന്നെ സോവിയറ്റ് കാലത്തിന് മുമ്പ്, സാറിസ്റ്റ് റഷ്യയുടെ കാലത്ത്, അതിനു മുമ്പുള്ള മറ്റേ പേർഷ്യൻ എംപയറിൻ്റെ, പേർഷ്യൻ ഇറാനിൻ്റെ നേതൃത്വത്തിലുള്ള പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ, ഈ സാമ്രാജ്യത്തിൻ്റെയൊക്കെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ ചരിത്രത്തിനെ അതുപോലെ നിലനിർത്തിക്കുന്ന പല ഭാഗങ്ങളും, ഇവയെല്ലാം പല സ്ഥലങ്ങളിൽ നമ്മൾ ഈ ചരിത്രത്തിൻ്റെ ഈ എന്താ പറയുന്ന ഈ ലാൻഡ് മാർക്സ് കണ്ടെത്താൻ കഴിയും. ഇവിടെ എല്ലാം അതിൻ്റെ നാഴികക്കല്ലുകളും അത് നിലനിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് പഴയ പുരാതന ബാക്കു നഗരം വാസ്തവത്തിൽ അസർബൈജാനിൽ പോകുന്ന യാത്രികരുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ്. അവിടെ പഴയ തരത്തിലുള്ള ചില കമ്പോളങ്ങൾ, ചില തെരുവീഥികൾ, അതിൻ്റെ ചില വളരെ ഏതാണ്ട് കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമിയുടെ അടിയിൽ നിന്ന് വാസ്തവത്തിൽ വളരെ താണു പോയിരുന്ന ഒരു നഗരമായിരുന്നു അത്. അപ്പോൾ ഇപ്പോഴും അത് ഭൂമിയുടെ അടിയിൽ തന്നെ അതിൻ്റെ ഒരു നഗരത്തിൻ്റെ ബാക്കി അവിടെ നിലനിൽക്കുന്നത് കാണാം. ഈ അന്നത്തെ കോട്ടകളുടെ ഭാഗം, അന്നത്തെ കൊട്ടാരങ്ങളുടെ, അതായത് ബാക്കുവിലെ അന്നത്തെ തദ്ദേശീയരായ രാജാക്കന്മാർ, ഈ സാമ്രാജ്യകാലത്ത് സാമ്രാജ്യാധിപത്യത്തിൻ്റെ കാലങ്ങളിലുമൊക്കെ അവിടുത്തെ നമ്മുടെ പ്രാദേശിക രാജാക്കന്മാരുണ്ടായിരുന്നു. ആ പ്രാദേശിക രാജാക്കന്മാരുടെ ഒരു കൊട്ടാരമായിരുന്നു ബാക്കുവിലെ പുരാതന ബാക്കുവിൽ ഇപ്പോഴുമുള്ളത്. അതിൻ്റെ ഭാഗങ്ങൾ ഇതെല്ലാം ഗംഭീരമായി അവിടെ നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. നേരത്തെ പറഞ്ഞ പോലെ ആധുനിക ബാക്കു വാസ്തവത്തിൽ ഈ നാഗരികതകളുടെയും ചരിത്രത്തിൻ്റെയും എല്ലാം ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. ഒരേ സമയത്ത് നമുക്ക് വളരെ പുരാതനമായിട്ടുള്ള, അല്ലെങ്കിൽ പേർഷ്യൻ സ്വഭാവമുള്ള, അല്ലെങ്കിൽ ഇസ്ലാമിക സ്വഭാവമുള്ള ആർക്കിടെക്ചർ, ശില്പങ്ങൾ കാണാം, അതിൻ്റെ കെട്ടിടങ്ങൾ കാണാം. അതോടൊപ്പം തന്നെ സോവിയറ്റ് കാലത്തെ ഒരു ബോൾഷെവിക് ആർക്കിടെക്ചർ എന്ന് വിളിക്കുന്ന, എല്ലാവർക്കും ഒരു മിനിമം സൗകര്യങ്ങൾ നൽകുന്ന താമസ സൗകര്യം നൽകുന്ന തരത്തിലുള്ള ഒരു ബോൾഷെവിക് ആർക്കിടെക്ചർ കാണാം. അതോടൊപ്പം ഇന്നത്തെ ബാക്കുവിൽ, അതായത് എണ്ണ കൊണ്ടും പ്രകൃതിവാതകം കൊണ്ടും സമ്പന്നമായ അസർബൈജാൻ്റെ ആ സമ്പത്ത് മുഴുവൻ പ്രദർശിപ്പിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള, വളരെ അത്യന്താധുനികമായിട്ടുള്ള, ഒരു പക്ഷേ ഒരു അവാങ്കാർഡ് എന്ന് വിളിക്കാവുന്ന, അതായത് ഇന്നത്തിൽ നിന്ന് ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്ന തരത്തിലുള്ള വാസ്തുഭംഗിയുള്ള മന്ദിരങ്ങൾ, കെട്ടിടങ്ങൾ, ആർക്കിടെക്ചർ വളരെ വളരെ വിചിത്രമായിട്ടുള്ള, നമ്മളെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള വളരെ മാസ്മരികമായിട്ടുള്ള ആർക്കിടെക്ചർ, വലിയ വലിയ കെട്ടിടങ്ങളുടെയൊക്കെ രൂപങ്ങൾ വാസ്തവത്തിൽ പരമ്പരാഗത ശൈലിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള കെട്ടിടങ്ങളും നഗരവീഥികളും ഒക്കെ കാണാവുന്ന ഒരു സ്ഥലമാണ് അത്. ആ ആർക്കിടെക്ചറിൻ്റെ കാര്യത്തിൽ അവർ വളരെ ശ്രദ്ധാലുക്കളാണ് എന്നുള്ളത് നമുക്ക് കാണാവുന്ന ഈ പുതിയ മന്ദിരങ്ങൾ, പ്രത്യേകിച്ച് അവിടുത്തെ ഈ ബാക്കു നഗരത്തിൽ ഈ ഫ്ലെയിം ടവേഴ്സ് എന്ന് പറയുന്ന രണ്ടും വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങളാണ്. പക്ഷെ രാത്രിയായാൽ അത് ഒരു നേരത്തെ പറഞ്ഞ പോലെ അഗ്നി ആരാധിക്കുന്ന, അഗ്നിയുടെ നാട് എന്ന് വിളിക്കുന്നത് കൊണ്ട് തന്നെ അതാണ് അവരുടെ മോട്ടീവ്, അവരുടെ ചിഹ്നം. അതുകൊണ്ട് ഈ അഗ്നി പടരുന്ന പോലെ ഒരു ലൈറ്റ് കൊണ്ടുള്ള ഒരു അത്ഭുതം അവർ സൃഷ്ടിച്ചിരിക്കുന്നത് കാണാം ഈ ഫ്ലെയിം ടവേഴ്സിൽ. ഇത് ഈ ടവേഴ്സിൽ ഉള്ള ഈ എന്താ പറയുക, അലക്തിക ദീപങ്ങൾ കൊണ്ടുള്ള അത്ഭുതങ്ങളല്ല, മാത്രമല്ല അതിൻ്റെ ഷേപ്പ് തന്നെ, കെട്ടിടങ്ങളുടെ ഷേപ്പും വളരെ രസകരമായിട്ടുള്ള സൗന്ദര്യമാണ്. അപ്പോൾ സൗന്ദര്യവും ചരിത്രവും ഒരു പക്ഷേ ചരിത്രത്തിൽ ഏറെക്കാലം അവർ ഈ വൻ ശക്തികളുടെ മേധാവിത്വത്തിന് കീഴിൽ കഴിഞ്ഞവരാണ്. എങ്കിലും അവിടെ നിന്നുകൊണ്ടും അവരവരുടെ സ്വത്വത്തിന് വേണ്ടിയിട്ട്, അവരുടെ അതിജീവനത്തിന് വേണ്ടി നടത്തിയ ശ്രമത്തിൻ്റെ ബാക്കിയൊക്കെ നമുക്ക് ഈ ബാക്കു നഗരത്തിൽ പലയിടങ്ങളിലും ഇപ്പോഴും കാണാമെന്നുള്ളത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ബാക്കു നഗരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച അവിടുത്തെയുള്ള ഇദ്ദേഹത്തിൻ്റെ ഹൈദർ അലിയേവിൻ്റെ പേരിലുള്ള ഒരു പടുകൂറ്റൻ മ്യൂസിയമാണ്. ആ മ്യൂസിയം വാസ്തവത്തിൽ ലോകത്തെ ഏറ്റവും മികച്ച മ്യൂസിയങ്ങളിൽ ഒന്നാണ്. അത് തീർച്ചയായിട്ടും അലിയേവ് കുടുംബത്തിൻ്റെ പ്രാധാന്യവും കുടുംബത്തിൻ്റെ സംഭാവനയും ഒക്കെ പ്രൊജക്റ്റ് ചെയ്യാൻ തന്നെ ബോധപൂർവം സൃഷ്ടിച്ചിരിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും ആ ചരിത്രം ഏറ്റവും ആധുനികമായിട്ടുള്ള IT മറ്റ് സൗകര്യങ്ങളെല്ലാം, സാങ്കേതിക സൗകര്യങ്ങളോടുകൂടി ആ ചരിത്രത്തിനെ നമുക്ക് അതിമനോഹരമായി, അതിൻ്റെ ചരിത്രവും പാരമ്പര്യവും സംസ്കാരവും
അതിലെ യുദ്ധങ്ങളുടെയും അതിജീവനത്തിൻ്റെയും എല്ലാം ചരിത്രം, ഒരു കഥ പറയുന്ന, അത് അത്ഭുതകരമായി നമ്മളെ ഒരു വലിയ അത്ഭുതത്തിലേക്ക് പോലും എത്തിക്കുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് അവർ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ബാക്കുവിൽ പോയി, അസർബൈജാനിൽ പോയാൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അലിയേവിൻ്റെ, ഹൈദർ അലിയേവിൻ്റെ പേരിലുള്ള ഈ ഗംഭീരമായിട്ടുള്ള മ്യൂസിയം. ഇത് ഒരു 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 ദിവസം കൊണ്ട് പോലും കണ്ടു തീർക്കാൻ കഴിയുന്നതല്ല. ഞങ്ങൾ ഏതാനും വളരെ ഹ്രസ്വമായിരുന്നു ഞങ്ങളുടെ യാത്ര എന്നുള്ളത് കൊണ്ട് തന്നെ കഷ്ടിച്ച് 2-3 മണിക്കൂർ കൊണ്ട് ആ മ്യൂസിയത്തിൻ്റെ ഒരു ഭാഗം മാത്രമുള്ള ഏറ്റവും പുതിയ ഇൻസ്റ്റലേഷൻസ്, പെയിൻറ്റിങ്സ്, ശില്പങ്ങൾ, പിന്നെ അതിനോടടുത്ത് തന്നെ ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും മികച്ച ഒരു കാർ മ്യൂസിയം, വിൻറ്റേജ് കാറിൻ്റെ മ്യൂസിയം, അത് ലോകത്തെ ഏറ്റവും പുരാതനമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള കാറുകളുടെ എല്ലാം ആദ്യ മോഡലുകൾ സുന്ദരമായി സൂക്ഷിച്ചിരിക്കുന്നത്. കാരണം ഒരു പോറൽ പോലും വീഴാതെ മിന്നിത്തിളങ്ങുന്ന രീതിയിൽ 10, 100, 150 വർഷം പഴക്കമുള്ള ആഡംബര കാറുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മ്യൂസിയം. ഇത് മറ്റൊരു വലിയ ആവേശകരമായ ഒരു കാഴ്ചയായിരുന്നു. ഇങ്ങനെ ഒരുപക്ഷെ ഇന്ത്യക്കാരും മലയാളികളും ഒക്കെ അവിടെ താമസിക്കുന്നവരുണ്ട്. ഇന്ത്യക്കാരൊരു വിഭാഗമുണ്ട്, മലയാളികൾ തന്നെ ചില വളരെ അത്യാവശ്യം നല്ല ബിസിനസ്സൊക്കെ നടത്തുന്നവരുണ്ട്. ഇതിനൊക്കെ പുറമെ ഇവിടുന്ന് പോകുന്ന ഒരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സമ്പൂർണ്ണമായിട്ടുള്ളൊരു അനുഭവം, കാരണം ചരിത്രത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആധുനികതയുടെയും കലയുടെയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന, അതുപോലെ തന്നെ ഇസ്ലാമിക, ഹൈന്ദവ, സ്വരാഷ്ട്രീയൻ, യൂറോപ്യൻ ഒക്കെ സ്വാധീനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ യാത്ര കൊണ്ട് തന്നെ ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം, ഒരു കാഴ്ച അനുഭവമാണ് നമുക്ക് നൽകുന്നത് എന്നുള്ളത്. അസർബൈജാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊക്കെ ഉണ്ടെങ്കിൽ അസർബൈജാൻ്റെ അവരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നം അവർക്ക് ഈ നഗോർണോ കാരബാക്ക് എന്ന് പറയുന്ന അവരുടെ ഒരു പ്രദേശത്ത്, അതായത് ഒരു മലകളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന നഗോർണോ കാരബാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതലുണ്ട്. അർമീനിയുമായിട്ടുള്ള അവരുടെ തർക്കത്തിൻ്റെ ഭാഗമാണ്. ഈ നഗോർണോ കാരബാക്ക് ഇവരുടെ ഭാഗമാണ്, ഈ അസർബൈജാൻ്റെ ഭാഗമാണ്. പക്ഷേ അവിടെയുള്ളത് അർമീനിയൻ വംശക്കാരാണ്. അവർ അവിടുത്തെ വിഘടനവാദികൾ എന്നാണ് അസർബൈജാനികൾ വിളിക്കുന്നത്, സ്വാതന്ത്ര്യവാദികൾ, വിമോചന പോരാളികൾ എന്നാണ് അർമീനിയക്കാർ വിളിക്കുന്നത്. ആ അർമീനിയ ഈ അവരുടെ നമ്മുടെ ഇന്ത്യയിൽ വളരെ ഏറെക്കാലം ദീർഘകാലം നമ്മൾ നോർത്ത് ഈസ്റ്റിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒരുപക്ഷെ കുറച്ചു കാലം മുമ്പ് വരെ പഞ്ചാബിലുമൊക്കെ അനുഭവിച്ചിരുന്ന ശക്തമായ വിഘടനവാദം അർമീനിയക്കാരുമായിട്ടുള്ള, അർമീനിയൻ വംശജനം, അവർ ക്രിസ്ത്യൻസാണ്, ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ്. അത് അർമീനിയ എന്ന് പറഞ്ഞ പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗങ്ങൾ വളരെ ബിബ്ലിക്കലായിട്ട്, വളരെ ബൈബിളിലൊക്കെ പരാമർശമുള്ളൊരു പ്രദേശമാണ്. ക്രിസ്തീയ പാരമ്പര്യം നിറഞ്ഞു നിൽക്കുന്നത്. അതിൻ്റെ തൊട്ട് ചേർന്ന ഈ അസർബൈജാൻ്റെ തൊട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തെ വിഭാഗക്കാരാണ് ഈ നഗോർണോ കാരബാക്ക് എന്ന് പറഞ്ഞ അസർബൈജാനിൽ. ഇത് കഴിഞ്ഞ 90-കൾ മുതൽ ഏതാണ്ട് ഈ സമീപകാലം വരെ നിരന്തരമായ യുദ്ധം ആണ് അവിടുത്തെ അവരുടെ വിമോചന സമരത്തിനെ അടിച്ചമർത്തുക എന്നുള്ളതാണ് അസർബൈജാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം. അതിൽ അവർക്ക് തുർക്കിയുടെ സഹായമുണ്ട്. തുർക്കിയാണ് അവരെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളത് അർമീനിയക്കാരെ അടിച്ചമർത്തുന്നതിലും മറ്റും. ആദ്യം റഷ്യൻ കുറച്ച് പേർ റഷ്യ സഹായിച്ചെങ്കിലും ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും നഗോർണോ കാരബാക്ക് അവരുടെ കീഴിലാണ്. പക്ഷേ യുദ്ധം ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പുറപ്പെടുകയും ഇവരെ അസർബൈജാനെ ശല്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ വളരെ ശാന്തമായിട്ടുള്ള, വളരെ സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു രാജ്യമായിട്ടാണ് അസർബൈജാൻ യാത്രികർക്ക് അനുഭവപ്പെടുക.